ഭഗവാനെ പറ്റി എല്ലാവർക്കും അറിയാം, ഭഗവാൻ വളരെ കരുണാമയനാണ് കണ്ണൻ. കാരണം ഇപ്പം കണ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കണ്ണൻ ഇപ്പം നമുക്കൊരു 5% കണ്ണനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കതൊരു 10,000 മടങ്ങായിരിക്കും കൃഷ്ണന് നമ്മളോട് സ്നേഹമുണ്ടാകും. പക്ഷേ രാധാറാണിക്ക് എങ്ങനെയാണ്? നമ്മളൊരു 5% സ്നേഹം നമുക്ക് രാധാറാണിയോട് അല്ലെങ്കിൽ ഭക്തി തോന്നുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് മടങ്ങായിരിക്കും തിരിച്ച് രാധാറാണി. അതായത് കരുണ എന്ന് പറയുന്ന ഭാവത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഫോം അല്ലെങ്കിൽ എക്സ്ട്രീം ഫോം ആണ് രാധാറാണി. കണ്ണന് കരുണയുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൻ്റെ കരുണയെക്കാട്ടിലും 10 മടങ്ങ് കരുണാമയിയാണ് രാധാറാണി. അതുപോലെ കണ്ണനെക്കാട്ടിലും വളരെ വളരെ ശക്തിശാലിയാണ് രാധാറാണി. കണ്ണൻ്റെ ശക്തികളെല്ലാം വരുന്നത് രാധാറാണിയിൽ നിന്നാണ്. അതായത് ഭഗവാന്റെ പ്രകൃതി ശക്തി, അതായത് ഭഗവാന്റെ അന്തരംഗ ശക്തിയായ ഹ്ലാദിനി ശക്തിയിൽ നിന്നാണ് രാധാറാണി ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഹ്ലാദിനി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭഗവാന്റെ, അതായത് പരമാത്മാവിൻ്റെ ഭാവത്തിൽ, അതായത് ആ ആത്മാവിൻ്റെ സന്തോഷകരമായ എല്ലാ ശക്തിയും കൂടി ചേർന്നിട്ടുള്ള ഒരു ശക്തിയാണ് ഹ്ലാദിനി ശക്തി.